ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ധ്യാനത്തിലൂടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? പലരും ചോദിക്കാറുണ്ട്. ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ചിന്തകൾ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക. അത് പൊക്കോട്ടെ, അതൊരു വഴിക്ക് പൊക്കോട്ടെ. നമുക്ക് ധ്യാനം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്നതിനേക്കാളും ചിന്തകളാണ് ഈ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ വരുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റോഡിൽ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങണം, നോക്കുമ്പോൾ ടൂ മച്ച് ട്രാഫിക്, മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ട്രാഫിക്. നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയേ പറ്റും. നമുക്കൊരു ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടണം, നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇറങ്ങിയേ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൈയൊക്കെ കാണിച്ചില്ലേ, നമ്മുടെ സ്കില്ലപ്പോൾ നമ്മൾ പുറത്തെടുക്കും. പെട്ടെന്ന് തന്നെ കൈയെ കാണിച്ച് വണ്ടികളൊക്കെ ഒന്ന് കൈ കാണിച്ച് നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്തെത്തും. നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാർഗ്ഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഏതാണോ, നിങ്ങൾ കംഫർട്ടബിളായ ഒരു സ്ഥലത്തിരിക്കുക. ഡെയിലി ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും. അതൊക്കെ നമ്മുടെ മൈൻഡ് കൺട്രോളിനൊക്കെ ഒരു ഇതാണ്. ആ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നും. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ടിരിക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ദിവസം 10 ദിവസം 10 മിനിറ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ധ്യാനത്തിലോട്ട് പോവുക. പിന്നെ അടുത്ത ദിവസം അങ്ങനെ ഓരോ 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ കൂട്ടി ഓരോ ദിവസവും അങ്ങനെ ചെയ്തു തുടങ്ങുക. പതുക്കെ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തിപ്പെടും. ചിലർക്ക് 1 മാസം എടുക്കും, 2 മാസം എടുക്കും. ചിലർക്ക് 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ എടുക്കുന്നവരുണ്ട് ഒരു കംപ്ലീറ്റ് തോട്ട്ലെസ് സ്റ്റേജിലോട്ട് എത്താനായിട്ട്. അങ്ങനെയൊക്കെ എത്തിപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ മൈൻഡ് കാമാവാൻ, അല്ലേ? സ്ട്രെസ്സ് കുറയാൻ, സ്ട്രെയിൻ കുറയാൻ, നമ്മുടെ അസുഖങ്ങൾ മാറാൻ. പിന്നെ എല്ലാത്തിനും ഉപരി ഒരു സ്പിരിച്വാലിറ്റിയിലൊരു ശൂന്യത എന്ന് പറഞ്ഞൊരു തോട്ട്ലെസ് സ്റ്റേജ്, അല്ലേ? അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ശരിക്കും സ്പിരിച്വലായിട്ട് ആർക്കെങ്കിലുമൊക്കെ സ്പിരിച്വാലിറ്റിയിലോട്ട് വരാൻ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.